നെവിൻ പുറത്തായെങ്കിലും നിലവിൽ നെവിൻ ബിഗ് ബോസ് വീടിന് പുറത്തെത്തിയിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ കൂടെ തന്നെയാണ് നെവിനുള്ളത്. നെവിനെ ഒരു സീക്രട്ട് റൂമിലാക്കിയിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നെവിന് വ്യക്തമായ രീതിയിലുള്ള ഉപദേശങ്ങളെല്ലാം കൊടുത്ത് നെവിൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സെല്ലാം ഒന്ന് ശാന്തമായതിനു ശേഷം ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം നെവിനെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറ്റാനാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്നറിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് ആ ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രത്യേകതയാണ്, പെട്ടെന്ന് നമ്മളുണ്ടാകുന്ന തീരുമാനത്തിന് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാൻ ബിഗ് ബോസിൽ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് മലയാളത്തിൽ മാത്രമല്ല പല സീസണിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ തന്നെ സീസൺ 3 മണിക്കുട്ടൻ എന്ന് പറയുന്ന മത്സരാർത്ഥി മെൻ്റലി വളരെ ഡൗൺ ആയി ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിൽ ചെന്ന് ബിഗ് ബോസിനോട് അങ്ങോട്ട് അപേക്ഷിച്ച് ബിഗ് ബോസ് എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം മണിക്കുട്ടിന് ആവശ്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് 3-ാം ദിവസം കഴിഞ്ഞ് മണിക്കുട്ടിനെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ നെവിനും ഇപ്പോൾ പുറത്തായെങ്കിലും ക്വിറ്റ് ചെയ്തെങ്കിലും നിലവിൽ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ പുറത്തെത്തിയിട്ടില്ല. നെവിൻ ആവശ്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ട് നെവിന് താല്പര്യമാണെങ്കിൽ തിരിച്ച് ബിഗ് ബോസ് വീട്ടിൽ കയറാൻ ഓക്കെ ആണെങ്കിൽ നെവിനെ തിരിച്ച് കയറ്റും എന്നാണ് അറിഞ്ഞത്. പക്ഷേ നെവിൻ ഓക്കെ അല്ല, എനിക്കിവിടെ പറ്റില്ല, എനിക്ക് ഇനി ആ വീട്ടിൽ തുടരാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്ക് അനുമോൾ ഉണ്ടെങ്കിൽ പറ്റില്ല എന്നൊക്കെയുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നെവിന് പിന്നെ ഒരിക്കലും ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പറ്റില്ല. എന്തായാലും നിലവിൽ നെവിൻ ബിഗ് ബോസിൻ്റെ ഒരു സീക്രട്ട് റൂമിലാണ്. അവിടെയുള്ള ബിഗ് ബോസ് ടീം അംഗങ്ങളുടെ കൂടെയാണ്. നെവിൻ പുറത്തെത്തിയിട്ടില്ല. നെവിൻ്റെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ പറ്റും. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവായി ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.